വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പുതിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ട പപ്സ്. പപ്സൊക്കെ എപ്പോഴും ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നമുക്കത് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സാധാരണ ഒരു കുക്കറിൽ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പപ്സ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മുട്ട പപ്സിൻ്റെ റെസിപ്പി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന മുട്ട പപ്സിൻ്റെ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ബൗൾ വെച്ച് അതിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ വേറെ ഒരു കെമിക്കൽസ് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ആ സെയിം കൺസിസ്റ്റൻസിയിൽ ഇത് ഉപ്പും നമ്മുടെ നെയ്യും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഇനി നമുക്ക് മുട്ട പപ്സിന് വേണ്ട മുട്ട പുഴുങ്ങി നമ്മൾ നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 4 പപ്സ് ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ സവോള നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്. ഇത്രയാണ് നമുക്ക് അതിലേക്ക് വെക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനാണ് നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം മുട്ട പപ്സിൻ്റെ ആ ഒരു കവറിന് തയ്യാറാക്കാനുള്ള മാവ് നമ്മൾ കുഴച്ച് വെച്ചു. അതിനുശേഷം നമ്മൾ അതിൽ ചെയ്യാനുള്ള ഫില്ലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആദ്യം അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു സവോള നമ്മൾ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണ്, കാരണം നമ്മൾ 4 പേർക്കുള്ളത് 4 പപ്സ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഐറ്റംസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക്, നമ്മുടെ നാട്ടിലതിന് ചീനിമുളകെന്നും പറയും. ഒരു പച്ചമുളക് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിരുന്നു. നമ്മുടെ ആ മിക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി, നമ്മുടെ ഗോതമ്പിൻ്റെ കവർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഉപ്പ് നമ്മൾ അതിൽ ചേർത്താണ് കുഴച്ചെടുത്ത് വെച്ചത്. ഇനി നമ്മൾ ജസ്റ്റ് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അപ്പോൾ നമ്മുടെ സവോളയും ചീനിമുളകും പച്ചമുളകും നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഏകദേശം ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിൻ്റെ മസാലകൾ ചേർക്കാം. തീ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ. ആദ്യം 1 സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തു, ഒരു 1/2 സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് തീ സിമ്മിൽ തന്നെ ഇട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഈ മസാല ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഈ മിക്സിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ വലുത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിനി ഒന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ എല്ലാം ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് നെയ്യ് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ പരത്തി, അതിനുശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടുത്ത ലെയർ വെച്ചു. വീണ്ടും നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നു. ലേശം പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ മണ്ടയിൽ വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന 5 ബോൾസായിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. ആ 5 ബോൾസും ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ട്, അതായത് ഒത്തിരി കട്ടി കുറയ്ക്കുകയൊന്നും വേണ്ട, ആ പരത്തിയെടുത്തതിന് നമ്മൾ ഇനി അത് വീണ്ടും പരത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇതിൽ നമ്മൾ ഏകദേശം ഒരു കട്ടിയിൽ തന്നെ നമ്മൾ പരത്തിയെടുത്തത് ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്.
അപ്പോൾ ഓരോ ലെയറും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ കുറച്ച് നെയ്യും അതുപോലെ കുറച്ച് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ലെയറായിട്ട് 5 ലെയറും വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ 5 ലെയറും കൂടി ഒന്നിച്ചൊന്ന് പരത്തിയെടുക്കുകയാണ്. കണ്ട, ഇനി അത് നമുക്കത് ഒന്നുകൂടെ കട്ടി കുറച്ചെടുക്കാം. അപ്പം നമ്മൾ ആ 5 ലെയറും കൂടെ, അപ്പം നമ്മുടെ നെയ്യും അതിൻ്റെ ഇടയിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 5 ലെയറും കൂടെ നമ്മൾ ഒന്നും കൂടെ അത് പരത്തിയെടുത്തു. ഇനി നമുക്കിതൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 4ആയിട്ട് വീണ്ടും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ആ ഒരു ലെയറാണ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ആ 5 ലെയറായിരുന്നു എടുത്തിരുന്നത്. ആ ലെയർ നമ്മൾ ഒന്നും കൂടെ പരത്തി നല്ലൊരു കട്ടി കുറച്ച രീതിയിൽ വെച്ചു. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മിക്സില്ലേ, ആ മിക്സും കൂടെ നമ്മൾ ഇതിലേക്ക് ഓരോരോ സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിനുള്ള മിക്സ് മാത്രമേ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലും ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എല്ലാം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് എല്ലാം നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ ഈ പപ്സിൻ്റെ റെസിപ്പി. എന്നാൽ നമ്മളൊക്കെ ചിലപ്പം കടയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പാടായിരിക്കും നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പം എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളത് മടക്കിയെടുക്കണം. കണ്ട, ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കണം. അതെങ്ങനെ എടുത്തതെന്ന് നമുക്കൊന്നുകൂടെ കാണിക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് മുട്ട വെച്ചു. അതിനുശേഷം 2 കോണും ഇങ്ങനെയൊന്ന് മടക്കുക ഫസ്റ്റ്. അതിനുശേഷം അപ്പുറത്തെ 2 സൈഡും കൂടെ നമ്മളിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. കണ്ട, നല്ല സെറ്റായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പപ്സിൻ്റെ അതേ ഷേപ്പിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം. അല്ലാതെ ഇപ്പം പപ്സൊക്കെ ഇങ്ങനെ കവർ ചെയ്യേണ്ട, ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. ആദ്യം 2 സൈഡും കൂടെ നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുന്നു. അതിനുശേഷം അപ്പുറത്തെ 2 സൈഡും നമുക്ക് മടക്കി കൊടുക്കാം. എന്താ, ഒരു ചായയുടെ കൂടെയൊക്കെ പപ്സൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 4 എണ്ണേ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യ് ഒന്നും കൂടി തേച്ച് കൊടുക്കുക. 2 സൈഡ് നമ്മൾ മറിച്ചിട്ട് നമ്മളൊന്നും കൂടെ നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാവൊന്നല്ല യൂസ്, മൈദ മാവല്ല, സാധാ ഗോതമ്പ് പൊടി കൊണ്ട് തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ 4 നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന ഈ പപ്സിൻ്റെ പോർഷനും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഒരു സൈഡ് നന്നായിക്കാണ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് വേകാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ കണ്ടോ, ഒരു സൈഡ് നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡ് നമ്മൾ ഇട്ടിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. പപ്സിൻ്റെ അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത് കേട്ടോ. കണ്ട, 2 സൈഡ് നമ്മളൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പപ്സിൻ്റെ അതേ ഒരു ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയും മുട്ടയും കുറച്ച് മസാലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിലൊക്കെ മേടിക്കുമ്പോൾ കഴിക്കുന്ന പപ്സിൻ്റെ അതേ ടേസ്റ്റാണ്. എന്നാൽ ഹെൽത്തി ഓപ്ഷൻസുമാണ്. നമ്മൾ ഫുഡിന് വേറെ ടേസ്റ്റ് ചേർക്കാനായിട്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും വേറൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ.